ക്ലാസ് കഴിഞ്ഞ സമയം. കോളേജ് ബസ് സ്റ്റോപ്പ് വിദ്യാർത്ഥികളുടെ സംസാരവും ചിരിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ബസ്സിനായി കാത്തു നിൽക്കുമ്പോൾ ഒരു ബെഞ്ചിൽ ചന്തുവും റിയയും സാറയും ഇരുന്ന് ഓരോ കാര്യം പറഞ്ഞ് പരസ്പരം കളിയാക്കുകയായിരുന്നു. അവരിൽ നിന്ന് കുറച്ചകലെ ഒരു സീനിയർ കടന്നു പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും നേരെ സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചിലർ അയാളെ അവഗണിച്ച് കടന്നുപോയി. മറ്റു ചിലർക്ക് അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിലും നടന്നു. അവനെ നോക്കിയിരുന്ന റിയ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, വായി നോക്കിയാണെങ്കിലും ആളെ കാണാൻ നല്ല ലുക്കാണ്. ചന്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ലുക്കോ? നിന്നെക്കാളും വലിയ വായി നോക്കിയ അവൻ. സാറ് പൊട്ടിച്ചിരിച്ചു. റിയ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അത്ര വലിയ വായി നോക്കിയൊന്നുമല്ല. അതെ അതെ, ചന്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും അവൻ്റെ കോൺഫിഡൻസ് സമ്മതിക്കണം, റിയ പറഞ്ഞു. ചന്തു കണ്ണുരുട്ടി. ഒരടി കിട്ടുമ്പോൾ നിൽക്കും അവൻ്റെ കോൺഫിഡൻസ്, ചന്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചന്തുവിൻ്റെ വാക്കുകൾ പൂർത്തിയാവും മുന്നേ ആ അടിയുടെ ശബ്ദം ബസ് സ്റ്റോപ്പ് ആകെ മുഴങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. ഒരു ചെറുപ്പക്കാരൻ ശാന്തമായി ആ സീനിയറുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സീനിയർ ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ? ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും അവളെ ശല്യം ചെയ്യരുത്. സീനിയർ ദേഷ്യത്തോടെ ചോദിച്ചു, ആരെയായി പറയുന്നത്? അവൻ പറഞ്ഞു, ആരെയാണെന്ന് നിനക്കറിയാലോ. അവൻ്റെ ശബ്ദം തണുത്തതായിരുന്നു. ഇനി അവളെ ശല്യം ചെയ്തെന്നറിഞ്ഞാൽ ഇതൊരടിയിൽ നിൽക്കില്ല, അവൻ പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. ചന്തുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനകം അവരുടെ ബസ്സെത്തി. തിരക്കിനിടയിൽ മൂവരും ബസ്സിൽ കയറി. ബസ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ചു നേരം അവരുടെ സംസാരം മുഴുവൻ ബസ് സ്റ്റോപ്പിൽ നടന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു. സാറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ. പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവൻ അടിയിട്ടി. ചന്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. റിയ തലകുലുക്കി. എന്തായാലും ഒരു ജൂനിയർ ഒരു സീനിയറിനെ എല്ലാവരുടെയും മുമ്പിലിട്ട് തള്ളണമെങ്കിൽ അതിന് നല്ല ധൈര്യം വേണം. അവരുടെ മുന്നിലെ സീറ്റിലിരുന്ന ഒരു വിദ്യാർത്ഥി തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങൾ അർജുനെക്കുറിച്ചാണോ പറയുന്നത്? അതെ, സാറ് മറുപടി പറഞ്ഞു. ആരാ അവൻ? അവൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഫസ്റ്റ് ഇയർ ആണ്. റിയ ഉടനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവൻ സിംഗിളാണോ? ചന്തു ഉടനെ റിയയുടെ വായ് പൊത്തി. നിനക്ക് ഇതേ ചോദിക്കാനുള്ളൂ. റിയ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ മാറ്റാൻ ശ്രമിച്ചു. റിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ, ഞാൻ വെറുതെ ചോദിച്ചല്ലേ. സാറ് പൊട്ടിച്ചിരിച്ചു. ഇവളെ കൊണ്ട് തോറ്റു. 3 പേരുടെയും ചിരി ബസ്സിനുള്ളിൽ മുഴങ്ങി. ഇതേ സമയം ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു.